ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വ ആലിഹി വസഹ്ബിഹി വമൻവാല വബഅദ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഖുൽ ഹാദിഹി സബീലി അദ്ഉ ഇലല്ലാഹ് അലാ ബസീറത്തിൻ അന വമനിത്തബഅനി വസുബ്ഹാനല്ലാഹി വമാ അന മിനൽ മുശ്രിക്കീൻ. ഇവിടെയാണ് പറഞ്ഞു വച്ചത്. നമ്മൾ പറഞ്ഞു കുൽ നിഫ്ലാസ്ലമ തങ്ങളോട് പറയാണ് ഹദിഹി സബീൽ, ഇതാകുന്നു എൻ്റെ സബീൽ. അദൂ ഇലല്ലാഹ്, അദൂ ഞാൻ ക്ഷണിക്കുന്നു, വിളിക്കുന്നു, ഇലല്ലാഹ് അള്ളാഹുവിലേക്ക്, അള്ളാഹുവിൻ്റെ ദീനിലേക്ക്, അള്ളാഹുവിൻ്റെ സബീൽ മാർഗത്തിലേക്ക്, അള്ളാഹുവിൻ്റെ തൗഹീദിലേക്ക്, അള്ളാഹിൻ്റെ ഖുർആനിലേക്ക്, അള്ളാഹുവിൻ്റെ വഹയിലേക്ക്. അദൂ ഇലല്ലാഹ് അലാ ബസീറത്തിൻ, അള്ളാഹുവിലേക്കുള്ള ക്ഷണം അത് അലാ ബസീറത്തിൻ. ബസീറത്തിൻ ഊന്നിയാണ്. ബസീറത്തിൻ മേൽ എന്ന് പറയുമ്പോൾ അല എന്ന് പറഞ്ഞാൽ ആ പ്രയോഗം അല ഉണ്ടല്ലോ, ഇസ്തിഅലാന് വേണ്ടിയിട്ടാണ് അല. ബസീറത്തിൻ മേൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നിസ്ലാസ്ലമത്തെ കുറിച്ച് പറഞ്ഞില്ലേ, ഇന്നക ല അലാ ഖുലുഖിൻ, ഇന്നക ല അലാ ഖുലുഖിൻ. സൽസ്വഭാവങ്ങൾ മുഴുവൻ അതിന്മേൽ പിന്നെ നിലയുറപ്പിച്ച്, അതിന്മേൽ വർത്തിച്ച്, ബസീറത്തിന്മേൽ നിലയുറപ്പിച്ച് എന്നർത്ഥത്തിൽ. നമ്മൾ ബസീറത്ത് എന്താന്ന് പറഞ്ഞു? അദൂ ഇലല്ലാഹ് അലാ ബസീറത്തിൻ, അദൂ ഇലല്ലാഹ് അലാ ബസീറത്തിൻ അന വമൻ ഇത്തബഅനി, ഞാനും വമൻ ഇത്തബഅനി എന്നെ പിന്തുടർന്നവനും, അല്ലെങ്കിൽ പിന്തുടർന്നവൻ. അന വമൻ ഇത്തബഅനി എന്നുള്ളത് ഇതിലേക്കാണ്. അദൂ അന വമൻ ഇത്തബഅനി. ഓരോരുത്തരും ദഅവത്ത് നടത്തണം, അത് ബാധ്യതയാണെന്നുള്ളതിൻ്റെ തേട്ടം ഇവിടെ ഉണ്ട്. ദഅവത്ത് നടത്തേണ്ടത് എങ്ങനെയായിരിക്കണം? ബസീറത്തോടു കൂടിയായിരിക്കണം എന്ന് ഉള്ള തേട്ടം ഇവിടെ ഉണ്ട്. ദഅവത്ത് നടത്തുക എന്നുള്ളതല്ല, പിന്നെ ദഅവത്ത് അത് ബസീറത്തോടു കൂടിയത്. നമ്മൾ പറഞ്ഞില്ലേ ബസീറത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ബസീറത്ത് മാരിഫത്തിനെ, അറിവിനെ അറിയിക്കുന്നു. ബസീറത്ത് യഖീൻ, ഉറപ്പിനെ അറിയിക്കുന്നു. ബസീറത്ത് ഹുജ്ജത്ത്, തെളിവിനെ അറിയിക്കുന്നു. ബസീറത്ത് ബുർഹാൻ, പ്രാപഞ്ചികവും അതേപോലെ തന്നെ പ്രാമാണികവുമായിട്ടുള്ള പിന്നെ തെളിവുകളെ, ദൃഷ്ടാന്തങ്ങളെ അറിയിക്കുന്നു. ഇതൊക്കെ എത്തിയാണെന്ത്, ഇതൊക്കെ അടിസ്ഥാനമാക്കിയാണ് ദഅവത്ത്. പിന്നെ ബസീറത്തോടുകൂടിയ ദഅവത്തിൽ എന്താ പറഞ്ഞത്, ആരിലേക്ക് ക്ഷണിക്കുന്നു, ആരെ ക്ഷണിക്കുന്നു, എങ്ങനെ ക്ഷണിക്കുന്നു, അത് വിഷയമാണ്, അത് പ്രധാനമാണ്. ആരിലേക്ക് ക്ഷണിക്കുന്നു? അള്ളാഹുവിലേക്കായിരിക്കണം ദഅവത്ത്. അപ്പോൾ അള്ളാഹിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. ആരെ ക്ഷണിക്കുന്നു അതും നോക്കേണ്ടതുണ്ട് പ്രബോധകൻ. നമ്മൾ പറഞ്ഞു മുആദ് റളിയല്ലാഹു അൻഹു ഇസ്ലാം തങ്ങൾ പ്രബോധനത്തിന് നിയോഗിച്ചപ്പോൾ ഇന്നക ലതഅതി ഖൗമൻ മിൻ അഹ്ലിൽ കിതാബ്, താങ്കൾ ചെല്ലുന്നത് വേദക്കാരിൽ നിന്നൊരു വിഭാഗത്തിൻ്റെ അടുക്കലേക്കാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് എന്ത് വേണം, അവരോടെങ്ങനെ സംവദിക്കണം, അവരോടെങ്ങനെ സംസാരിക്കണം, അവർക്ക് എന്താണ് ന്യായം, പ്രമാണം, കാര്യങ്ങൾ, ഇതൊക്കെ ബോധവാനാകാനാണ് പറയുന്നത്. പിന്നെ എങ്ങനെ എന്നുള്ളത് മുഖ്യമാണ്. അതില്ല എങ്കിൽ ഇസ്ലാഹിനേക്കാൾ ഇഫ്സാദായിരിക്കും കൂടുതൽ. ഇസ്ലാഹല്ലുണ്ടാകുക, ഇഫ്സാദുണ്ടാകുക, നന്മയല്ലുണ്ടാകുക, തിന്മയാണുണ്ടാകും. ചില ആളുകൾക്ക് ഒരു കഥ ഉണ്ടാവില്ല. ചില ആളുകളുടെ വിവരക്കേട് വലിയ ഇഷ്കാലാണ്. ഏതായാലും പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ബസീറത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദഅവത്ത് നടത്തിയതിനാലുണ്ടായ വിഷയം നോക്കി നിങ്ങൾ. ഇത്ര ആളുകൾ മുഴുവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ ആകൃഷ്ടരായതും അനുയായികളായതും എങ്ങനെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവം കൊണ്ടാണ്. അല്ലാതെ ഖയ്യൂക്കും മെയ്യൂക്കും അല്ലെങ്കിൽ ഇസ്ലാം വാളുകൊണ്ട് പ്രചരിച്ചു ഉണ്ടല്ലോ, അതൊക്കെ ഏറ്റവും വലിയ കളവാണ്. ഇസ്ലാം മതങ്ങളുടെ ചരിത്രം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അവിടുത്തെ സ്വഭാവം കൊണ്ടാണ് ആളുകൾ എന്ത് ചെയ്ത് ഇസ്ലാമിലേക്ക് ആകൃഷ്ടമായത്. ഇസ്ലാം മതങ്ങൾ വൈജ്ഞാനികമായി, അതേപോലെ തന്നെ പിന്നെ പ്രവൃത്തി പദത്തിൽ പറയുന്നത് തെളിയിച്ച് അങ്ങനെയാണ് എന്ത് ചെയ്തത്, ആളുകളെ വശീകരിച്ചതും തൻ്റെ അനുയായികളാക്കിയതും. അത് പൊടിയ ശത്രുക്കൾ വരെ. ഖുൽ ഹാദിഹി സബീലി അദ്ഉ ഇലല്ലാഹ് അലാ ബസീറത്തിൻ അന വമൻ ഇത്തബഅനി. പിന്നെ
വസുബ്ഹാനല്ലാഹ് വമാ അന മിനൽ മുശ്രിക്കീൻ. വസുബ്ഹാനല്ലാഹ് എന്താ? വസുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ് എന്താ? സുബ്ഹാന അല്ലാഹ് തസ്ബീഹല്ലേ? സുബ്ഹാൻ, സുബ്ഹാന എന്നുള്ളത് തസ്ബീഹ് എന്നാണ്, മസ്ദറാണ്. സുബ്ഹാന എന്ന് പറഞ്ഞാൽ തസ്ബീഹ്, തസ്ബീഹ് നിർവഹിക്കൽ. ഇവിടെ സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞ്, അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? അള്ളാഹുവിനുള്ള തസ്ബീഹ് എന്നാണ്. അള്ളാഹുവിനെ പരിശുദ്ധപ്പെടുത്തൽ, അള്ളാഹുവിൻ്റെ പരിശുദ്ധി എന്ന് പറയാം. സുബ്ഹാനല്ലാഹ് വസുബ്ഹാനല്ലാഹ് എന്നാണ് അള്ളാഹുവിൻ്റെ പരിശുദ്ധി അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ തസ്ബീഹ് എന്നാണ് ഇവിടെ അതിൻ്റെ അർത്ഥം. എന്താണ് അപ്പോൾ അതുകൊണ്ടുള്ള ഉദ്ദേശം? അതുകൊണ്ടുള്ള ഉദ്ദേശം ഇവിടെ പിന്നെ ഇത് ഈ സുബ്ഹാൻ എന്നുള്ള നമ്മൾ പറഞ്ഞ ക്രിയാധാതുവാണ്, ക്രിയാധാതുവാണ് തസ്ബീഹ് എന്ന അർത്ഥത്തിൽ. പിന്നെ അർത്ഥം തൻസീഹാണ്. തസ്ബീഹ് എന്ന് പറഞ്ഞാൽ തൻസീഹ്, പരിശുദ്ധപ്പെടുത്തൽ, പരിശുദ്ധപ്പെടുത്തൽ. ഇതിൽ നിന്നുള്ള ക്രിയ ഒന്നുകിൽ സബ്ബഹ, എന്താ സബ്ബഹ? പരിശുദ്ധപ്പെടുത്തി, അല്ലെങ്കിൽ യുസബ്ബിഹു, എന്താ പരിശുദ്ധപ്പെടുത്തുന്നു, പരിശുദ്ധപ്പെടുത്തും, അല്ലെങ്കിൽ തുസബ്ബിഹു, അല്ലെങ്കിൽ സബ്ബിഹ്, സബ്ബിഹ് നീ പരിശുദ്ധപ്പെടുത്ത്. യുസബ്ബിഹു, ഉസബ്ബിഹു, നുസബ്ബിഹു, തുസബ്ബിഹു ഒക്കെ വർത്തമാന ഭാവി കാലക്രിയ. സബ്ബഹ, സബ്ബഹ്തു, സബ്ബഹ്ത, സബ്ബഹ്ന ഇത് ഭൂതകാലക്രിയ. സബ്ബിഹ് കൽപ്പനക്രിയ. ഏതായാലും ഇതിൻ്റെയൊക്കെ ഇതാണ് ക്രിയാധാതുവാണ്. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ക്രിയാധാതുവാണ് പ്രയോഗിച്ചത്. സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിൻ്റെ പിന്നെ തൻസീഹ് അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ വിശുദ്ധി പ്രയോഗിച്ചതിൽ ഈ ഒരു ശൈലിയാണ് ഏറ്റവും പിന്നെ അഗാധാർത്ഥ പ്രയോഗം, സുബ്ഹാനല്ലാഹ് എന്നുള്ളത്. എന്തുകൊണ്ട്? സുബ്ഹാനല്ലാഹ് എന്ന് പ്രയോഗിക്കുമ്പോൾ അതിൻ്റെ മുമ്പിലൊരു ക്രിയ ലംഘിയാണ്, അത് പറയേണ്ടതില്ല. ഒന്നുകിൽ സബ്ബഹ്തു അല്ലെങ്കിൽ സബ്ബഹ സുബ്ഹാന, സബ്ബഹ സുബ്ഹാനല്ലാഹ്, അല്ലെങ്കിൽ യുസബ്ബിഹു സുബ്ഹാനല്ലാഹ്, അല്ലെങ്കിൽ സബ്ബിഹ് സുബ്ഹാനല്ലാഹ്. ഇതാണ് അതിൻ്റെ അർത്ഥം. നീ അള്ളാഹുവിനെ പരിശുദ്ധപ്പെടുത്ത്, നീ അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ ഘോഷിക്കുക എന്നാണ് സബ്ബിഹ്. അല്ലെങ്കിൽ ഉസബ്ബിഹു, ഞാൻ അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ ഞാൻ എന്ത് ചെയ്യുന്നു? ഘോഷിക്കുന്നു എന്നാണ്. സുബ്ഹാനല്ലാഹ് പ്രയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സബ്ബഹ്തു, ഞാൻ പരിശുദ്ധപ്പെടുത്തി എന്നർത്ഥം പറയാം. അല്ലെങ്കിൽ ഉസബ്ബിഹു, ഞാൻ പരിശുദ്ധപ്പെടുത്തും എന്നർത്ഥം പറയാം. അല്ലെങ്കിൽ സബ്ബിഹ്, നീ പരിശുദ്ധപ്പെടുത്തി, ഇങ്ങനെയൊക്കെ അർത്ഥം പറയാം. എന്ത് പ്രയോഗിച്ചിട്ടുണ്ടെങ്കിൽ? സുബ്ഹാനല്ലാഹ് പ്രയോഗിച്ചിട്ടുണ്ടെങ്കിൽ. അതേസമയം സബ്ബഹ മാത്രം പ്രയോഗിച്ചാൽ ഭൂതകാല ക്രിയ അർത്ഥം മാത്രമേ ഉള്ളൂ. സബ്ബഹ്തുള്ള, അല്ലെങ്കിൽ ഉസബ്ബിഹുള്ള, ഞാൻ പരിശുദ്ധപ്പെടുത്തുന്നു, പരിശുദ്ധപ്പെടുത്തും, ആ അർത്ഥമേ കിട്ടുള്ളൂ. അല്ലെങ്കിൽ സബ്ബിഹ്, നീ പരിശുദ്ധപ്പെടുത്ത്, ഫ്യൂച്ചറിൽ ആ അർത്ഥമേ കിട്ടുള്ളൂ. പക്ഷേ അത് ഈ ക്രിയകൾ പ്രയോഗിക്കാതെ, വർത്തമാന ഭാവി ഭൂതകാല ക്രിയകൾ പ്രയോഗിക്കാതെ ഈ സുബ്ഹാനല്ലാഹ് പ്രയോഗിക്കുമ്പോൾ ഈ കാലം ഏതും ആകാം, എല്ലാ കാലത്തും എപ്പോഴും ഭൂതകാലം, വർത്തമാനം, ഭാവി, കൽപ്പന ഇതൊക്കെ ആകാം ഇതാവുമ്പോൾ. മനസ്സിലായി? അതുകൊണ്ടാണ് ഈ സുബ്ഹാനല്ലാഹ് എന്ന് പ്രയോഗിക്കുന്നത്. അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ നീ പരിശുദ്ധപ്പെടുത്തി, അല്ലെങ്കിൽ ഞാൻ പരിശുദ്ധപ്പെടുന്നു, ഞാൻ പെടുത്തി എന്നൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ ഇവിടെ അർത്ഥം പറയാൻ പറ്റും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ തസ്ബീഹ്, അള്ളാഹുവിനെ പരിശുദ്ധപ്പെടുത്തൽ. ഏതിൽ നിന്നാണ് അള്ളാഹിനെ പരിശുദ്ധപ്പെടുത്തുന്നത്? ആ അള്ളാഹുവിനെ പരിശുദ്ധപ്പെടുത്തുന്നത് നമുക്ക് വേണമെങ്കിൽ നഖ്സ്, കുറവിൽ നിന്ന്, അല്ലെങ്കിൽ ഐബ് എന്താ? ന്യൂനതയിൽ നിന്ന്, അല്ലെങ്കിൽ അന്താദ് എന്താ? സമന്മാരിൽ നിന്ന്, അല്ലെങ്കിൽ അലുദാദ് എന്ന് പറഞ്ഞാൽ എതിരാളികൾ, അല്ലെങ്കിൽ ഷുറക്ക എന്താ? പങ്കുകാർ, അല്ലെങ്കിൽ വലത് സന്തതികൾ, അല്ലെങ്കിൽ സാഹിബത്ത് ഇണകൾ. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ നമ്മൾ പരിശുദ്ധപ്പെടുത്തുക എന്ന് പറഞ്ഞെങ്കിൽ, സുബ്ഹാനല്ലാഹ് നമ്മൾ പറയുമ്പോൾ നമ്മൾ എന്താ? അള്ളാഹുവിന് ഒരു കുറവുമില്ല,
കുറവുകളിൽ നിന്ന് നമ്മൾ അള്ളാഹുവിനെ എന്ത് ചെയ്യണം? വിശുദ്ധപ്പെടുത്തണം. അല്ലെങ്കിൽ ഐബ് ന്യൂനതകളിൽ നിന്ന് അള്ളാഹുവിനെ നമ്മൾ എന്ത് ചെയ്യണം? പരിശുദ്ധപ്പെടുത്തണം. അല്ലെങ്കിൽ സമന്മാരിൽ നിന്ന് നമ്മൾ അള്ളാഹുവിനെ പരിശുദ്ധപ്പെടുത്താണ്. അല്ലെങ്കിൽ എതിരാളികളിൽ നിന്ന് നമ്മൾ അള്ളാഹുവിനെ പരിശുദ്ധപ്പെടുത്താണ്. അല്ലെങ്കിൽ പങ്കാളികളിൽ നമ്മൾ അള്ളാഹുവിനെ പരിശുദ്ധപ്പെടുത്താണ്. സന്തതികളിൽ നിന്ന്, സഹധർമ്മിണികളിൽ നിന്നൊക്കെ അള്ളാഹുവിനെ വിശുദ്ധപ്പെടുത്താൻ നമ്മൾ സുബ്ഹാനല്ലാഹ് എന്ന് പറയുമ്പോൾ വിപുലമായ ആശയമാണ്. നമ്മൾ ഒരു സുബ്ഹാനല്ലാഹ് എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് സുബ്ഹാനല്ലാഹ് പറയുമ്പോൾ അതിനുള്ള പ്രതിഫലം വളരെ മഹനീയമാക്കിയത്? സുബ്ഹാനല്ലാഹ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇതൊക്കെ എന്താണ്? അള്ളാഹു അതിൽ നിന്നൊക്കെ എന്താണ്? വിമുക്തനാണ്. അള്ളാഹു വിശുദ്ധനാണ്. ഇതിൽ നിന്നൊക്കെയും കുറവുകളിൽ നിന്ന്, ന്യൂനതകളിൽ നിന്ന് ഒക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധനാണ് എന്ന് നമ്മൾ പറയാണ്. ഇവിടെ ഈ കോർവയിൽ അദൂ ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് ഞാൻ ക്ഷണിക്കുന്നു പറയുന്നു. അള്ളാഹുവിലേക്ക് ഞാൻ ക്ഷണിക്കുന്നു. ക്ഷണിക്കണം എന്താണ്? മറ്റുള്ളവരെ വിളിക്കുകയാണ് അള്ളാഹുവിലേക്ക്. എന്തിനാണ് വിളിക്കണത്? അള്ളാഹുവിനെ വിശുദ്ധമാക്കാൻ. അള്ളാഹുവിന് കൂറുകാരില്ല, അള്ളാഹുവിന് എതിരാളികളില്ല, സമന്മാരില്ല, കുറവുകളോ ന്യൂനതകളോ ഒന്നുമില്ല. ആ ആദർശത്തിലേക്ക് ഞാൻ അള്ളാഹിനെ വിളിക്കുകയാണ്. ഞാൻ അള്ളാഹിനെ വിളിക്കുക മാത്രമല്ല ചെയ്യുന്നത്, പിന്നെയോ സുബ്ഹാനല്ലാഹ്, ഞാൻ എൻ്റെ ജീവിതത്തിൽ പ്രവൃത്തി പദത്തിൽ ഞാൻ എന്ത് ചെയ്യാണ്? ഞാനും അള്ളാഹുവിനെ വിശുദ്ധപ്പെടുത്താൻ. ഇല്ല, എനിക്ക് പറച്ചിൽ മാത്രമല്ല, എനിക്ക് പ്രയോഗവും പ്രവൃത്തിയുണ്ട്. അതാണ് നമ്മൾ ആളുകളെ വിളിച്ചാൽ മാത്രം പോരാ, പിന്നെയോ നമ്മളുടെ ജീവിതത്തിൽ എന്ത് ചെയ്യണം? നമ്മൾ വിളിക്കുന്നത് നിഗളിക്കണം, ഉണ്ടാകണം. അതാണ് സുബ്ഹാനല്ലാഹ്. അള്ളാഹുവിലേക്ക് ലോകരെ ക്ഷണിക്കുന്നത് അള്ളാഹുവിനെ വിശുദ്ധപ്പെടുത്താനാണ്, അള്ളാഹുവിനെ പരിശുദ്ധപ്പെടുത്താനാണ്. ഏതിൽ നിന്ന് പരിശുദ്ധപ്പെടുത്താൻ? ഇതിൽ നിന്നൊക്കെ. എൻ്റെ ഇത് ക്ഷണം മാത്രമല്ല, പിന്നെയോ വ സുബ്ഹാനല്ലാഹ് വ ഉസബ്ബിഹു സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിനുള്ള പരിശുദ്ധി അത് ഞാൻ ഘോഷിക്കുകയും ചെയ്യുന്നു. മനസ്സിലായി? അതാണ് ഇവിടെ. ഞാൻ ക്ഷണിക്കുക മാത്രമല്ല, പിന്നെയോ ഞാൻ ക്ഷണിക്കുന്നത് ഞാൻ പ്രയോഗവൽക്കരിക്കുകയും ചെയ്യുന്നു. അതാണ് അതിൻ്റെ ഉദ്ദേശം. പറഞ്ഞാൽ മനസ്സിലാണ്ടോ? അനുബന്ധം പറയാണ് വമ അന മിനൽ മുശ്രിക്കീൻ. ഞാൻ ശിർക്ക് ചെയ്യൂല. കാരണം എന്താ? സുബ്ഹാനല്ലാഹ്, ഞാൻ അള്ളാഹുവിനെ പരിശുദ്ധപ്പെടുത്തി, ഞാൻ ശിർക്ക് ചെയ്യുന്നവനല്ല എന്ന് മാത്രമല്ല, പിന്നെയോ ഞാൻ മുശ്രിക്കീങ്ങളിൽ പെട്ടവനുമല്ല. വമ അന, ഞാൻ അല്ല, മിനൽ മുശ്രിക്കീൻ, മുശ്രിക്കീങ്ങളിൽ പെട്ടവൻ. ശിർക്കുമില്ല, ശിർക്കിൻ്റെ ആളുകളും ഇല്ല എന്നുള്ളതാണ് അവിടെ പറയുന്നത്. വമ അന മിനൽ മുശ്രിക്കീൻ, ഞാൻ മുശ്രിക്കീങ്ങളിൽ ശിർക്ക് ചെയ്യുന്നവരിൽ പെട്ടവനുമല്ല. ശിർക്ക് ചെയ്യുന്നവർക്ക് ഇതിന് സാധിക്കില്ല, തസ്ബീഹിന് സാധിക്കില്ല. തസ്ബീഹ് അത് ഫിൽ ഹാൽ വൽ മക്കാൽ, മക്കാൽ കൊണ്ടും തസ്ബീഹ് വേണം, ഹാലിലും തസ്ബീഹ് വേണം. മക്കാലിൽ നമ്മൾ സുബ്ഹാനല്ലാഹി അദീം, സുബ്ഹാനല്ലാഹി വബിഹംദിഹി, സുബ്ഹാൻ റബ്ബിയൽ ആല, സുബ്ഹാൻ റബ്ബിയൽ അദീം, സുബ്ബൂഹൻ ഖുദ്ദൂസ്, ഇങ്ങനെയൊക്കെ പറയലാണെന്ത്? നമ്മൾ വാക്കാലുള്ള തസ്ബീഹ്. വാക്കാൽ മാത്രം പോരാ, പിന്നെയോ നമ്മുടെ ഹാലിലും നമ്മുടെ അവസ്ഥകളിലും എന്ത് വേണം? തസ്ബീഹ് വേണം. അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നവൻ ഒരിക്കലും അള്ളാഹ്ക്ക് തസ്ബീഹ് നിർവഹിക്കാൻ കഴിയൂല. അതുകൊണ്ടാണ് വമ അന മിനൽ മുശ്രിക്കീൻ, മുശ്രിക്കുകൾക്ക് തസ്ബീഹിന് സാധ്യമല്ല. അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്ന വിഷയം അത് ഞാൻ പ്രാവർത്തികമാക്കുന്നു. അള്ളാഹുവിനെ പരിശുദ്ധപ്പെടുത്താത്തവർ അവരാണ് മുശ്രിക്കുകൾ. അവരിൽ ഞാൻ ആളല്ല, ഞാൻ അവരിൽ നിന്ന് ഒഴിവാണ്, അവരെന്നിൽ നിന്നും ഒഴിവാണ്. അതാണ് ബറാഅത്ത്. വൽ ബറാഅത്തു മിന ശിർക്കി വ അഹ്ലിഹി, ഷിർക്കിൽ നിന്നും ഷിർക്കിൻ്റെ അഹലുകാരിൽ നിന്നും എന്ത് ചെയ്യണം? മുക്തമാകണം. അപ്പോഴാണ് ഇസ്ലാം സാക്ഷാത്കൃത. എന്താ ഇസ്ലാമിൻ്റെ താരീഫ്, നിർവചനം? മാലിക്ക, എന്താ ഇസ്ലാമിൻ്റെ നിർവചനം? ഇസ്ലാം എന്ന് പറഞ്ഞാൽ അൽ ഇസ്തിസ്ലാമു ലില്ലാഹി ബിത്തൗഹീദ് വൽ ഇൻഖിയാദു ലഹു ബിത്താഅ വൽ ബറാഅത്തു മിന ശിർക്കി വ അഹ്ലിഹി. അതാണ് ഇസ്ലാമിൻ്റെ നിർവചനം. ഇസ്ലാം എന്ന് പറഞ്ഞാൽ അൽ ഇസ്തിസ്ലാമു ലില്ലാഹ്, അള്ളാഹ്ക്ക് സമർപ്പണമാണ്. ബിത്തൗഹീദ്, അള്ളാഹുവിൻ്റെ തൗഹീദ് അംഗീകരിച്ചിട്ട്, തൗഹീദ് കൊണ്ട് അള്ളാഹ്ക്കുള്ള സമർപ്പണം. വൽ ഇൻഖിയാദു ലഹു ബിത്താഅ, പിന്നെ അള്ളാഹ്ക്ക് വഴിപ്പെട്ടുള്ള കീഴ്വണക്കം. നമ്മൾ അള്ളാഹിൻ്റെ തൗഹീദ് അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അള്ളാഹ്ക്ക് വഴിപ്പെട്ട് നമ്മൾ ജീവിക്കണം. വൽ ബറാഅത്തു മിന ശിർക്കി വ അഹ്ലിഹി, അതുമാത്രം പോലെ പിന്നെ എന്ത് വേണം? ഷിർക്കിൽ നിന്നും ഷിർക്കിൻ്റെ ആളുകളിൽ നമ്മൾ ഒഴിയണം, മുക്തമാകണം. അപ്പോഴാണ് ഇസ്ലാം സാക്ഷാത്കൃതാകുക. അതാണ് ഇവിടെ പറയുന്നത്. അള്ളാഹുവിലേക്കുള്ള ക്ഷണിക്കുന്ന വിഷയം പ്രാവർത്തികമാക്കൽ, പിന്നെ ഷിർക്കിൻ്റെ അഹലുകാരിൽ നിന്നുള്ള ഒഴിയൽ. വമ അന മിനൽ മുശ്രിക്കീൻ, ഞാൻ മുശ്രിക്കീങ്ങളിൽ പെട്ടവൻ അല്ല, ആളല്ല എന്ന് പറയണം.
മുശ്രിക്കുകൾ എന്നിൽപ്പെട്ടവനല്ല, ഞാൻ മുശ്രിക്കുകളിൽപ്പെട്ടവനുമല്ല. ഖുൽ ഹാദിഹി സബീലി അദ്ഉ ഇലല്ലാഹ് അലാ ബസീറത്തിൻ അന വമൻ ഇത്തബഅനി വസുബ്ഹാനല്ലാഹി വമാ അന മിനൽ മുശ്രിക്കീൻ. ഇനി അടുത്ത ഒരു തുടർച്ചയിൽ കുറേ മസലകളുള്ള ആയത്തുകളാണ് ഇതൊക്കെ. വമാ അർസൽനാ മിൻ ഖബ്ലിക ഇല്ലാ റിജാലൻ നൂഹി ഇലൈഹിം മിൻ അഹ്ലിൽ ഖുറ അഫലം യസീറു ഫിൽ അർളി ഫയൻദുറു കൈഫ കാന ആഖിബത്തുൽ ലദീന മിൻ ഖബ്ലിഹിം വലദാറുൽ ആഖിറതി ഖൈറുൻ ലില്ലദീന ഇത്തഖൗ അഫലാ തഅഖിലൂൻ. വമാ അർസൽനാ മിൻ ഖബ്ലിക ഇല്ലാ റിജാലൻ നൂഹി ഇലൈഹിം മിൻ അഹ്ലിൽ ഖുറ. ഇതേട്ട് പറയാം. ഇതിൻ്റെ അർത്ഥം വമാ അർസൽന, അള്ളാഹു പറയണം നാം അയച്ചിട്ടില്ല, മിൻ ഖബ്ലിക താങ്കൾക്ക് മുമ്പ്, ഇല്ലാ റിജാലൻ റിജാലിനെ അല്ലാതെ, റിജാൽ എന്ന് പറഞ്ഞാൽ പുരുഷന്മാർ എന്നർത്ഥം പറയാം. നൂഹി ഇലൈഹിം, എന്താ നൂഹി നാം വഹി നൽകുന്നു, ഇലൈഹിം അവരിലേക്ക്. ഈ അവർ ആരാണ്? മിൻ അഹ്ലിൽ ഖുറ. അഹ്ലിൽ ഖുറ അഹ്ലുൽ ഖുറ ആരാ? ഖുറ എന്നുള്ളത് ഖറിയത്തിൻ്റെ ബഹുവചനാണ്. ഖറിയത്ത്, പിന്നെ ഖറിയത്ത് പട്ടണം, പട്ടണവാസികൾ, ഗ്രാമീണർ അല്ലാത്തവർ. നാം അയച്ച റിജാലുകൾ അവർ മിൻ അഹ്ലിൽ ഖുറ, അഹ്ലുൽ ഖുറയാണ്, പട്ടണവാസികളാണ്. അപ്പം പട്ടണവാസികളിൽ നിന്ന് നാം വഹി നൽകിയ റിജാലുകളെയല്ലാതെ താങ്കൾക്കും നാം അയച്ചിട്ടില്ല എന്നുള്ളത്. എൻ്റെ ആശയം എന്താ? അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂലുമാരെ അയച്ചിട്ടുണ്ട്. അയച്ച റസൂലുമാരൊക്കെ റിജാലുകളാണ്. അവർ മിൻ അഹ്ലിൽ ഖുറ, ഗ്രാമീണരല്ല, പട്ടണവാസികളുമാണ്. അതാണ് അതിൻ്റെ അർത്ഥം. എന്തുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ കോർവയിൽ ഇത് പറഞ്ഞു? കോർവയിൽ ഇത് പറഞ്ഞു, അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മാത്രമല്ല റസൂലായി നബിയായി അയച്ചിട്ടുള്ളത്. പിന്നെയോ അള്ളാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുമ്പ് റസൂലുമാരെ അയച്ചിട്ടുണ്ട്. അത് ഇവിടെ ഉണർത്താൻ കാരണം ഇത്ര സുന്ദരമായൊരു കഥയോതി അത് അതും കഥ അതിൻ്റെ സൂക്ഷ്മ തലങ്ങളെ സ്പർശിച്ച് പറഞ്ഞിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മക്കക്കാർ കൂട്ടാക്കണില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇങ്ങനെ ഈ കഥ പ്രവചിച്ചിട്ടും പറഞ്ഞിട്ടും നബിയായി റസൂലായി അവർ അംഗീകരിക്കണില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എത്ര വിഷമമുണ്ടാവും? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആശ്വസിപ്പിക്കുകയാണ്. ഇത് കളിവാക്കുക, കളിയാക്കുക, അല്ലെങ്കിൽ അംഗീകരിക്കാതിരിക്കുക എന്നുള്ളത് നിങ്ങളിൽ മാത്രം ഒരു പുത്തൻ കാര്യമല്ല. അത് പിന്നെയോ ഇതിന് പഴക്കമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പട്ടണവാസികളിൽപ്പെട്ട ദുഷണയും അതേപോലെ തന്നെ വിവേകവും ജനങ്ങളോടുള്ള പെരുമാറ്റ മര്യാദകളും സംസ്കൃതികളൊക്കെ അറിയുന്ന ആളുകളെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നബിമാരായിട്ട് നിയോഗിച്ചിട്ടുള്ളത്. അവരൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ആളുകൾ കളവാക്കിയിട്ടുണ്ട്, കളിയാക്കിയിട്ടുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആശ്വസിപ്പിക്കാനാണ് ഈ ഒരു വമാ അർസൽനാ മിൻ ഖബ്ലിക ഇല്ലാ റിജാലൻ നൂഹി ഇലൈഹിം മിൻ അഹ്ലിൽ ഖുറ എന്ന് തുടങ്ങിയിട്ടുള്ള ഒരു വചനം ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചത്. അവരൊക്കെ കളവാക്കി എന്ന് അല്ലാഹു ഇവിടെ പറഞ്ഞിട്ടില്ല. എതിരാളികൾ അവരെ കളവാക്കി എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ കളവാക്കി എന്നുള്ളത് കിട്ടും എവിടുന്ന്? അഫലം യസീറു ഫിൽ അർളി ഫയൻദുറു കൈഫ കാന ആഖിബത്തുൽ ലദീന മിൻ ഖബ്ലിഹിം. അതിൽ കളവാക്കിയവരെ പലരെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തുണ്ട്? വേരോടെ തീർത്തിട്ടുണ്ട്. എന്താ ഈ ഒരു ഭാഗം? കുറേ മസാലകൾ. അതിലിപ്പോൾ എന്തായിരിക്കും നിങ്ങൾക്ക് മനസ്സിൽ വരുന്ന ഒരു മസാല? റിജാൽ എന്ന് പറഞ്ഞ്, അപ്പോൾ സ്ത്രീകൾ, പുരുഷന്മാർ. റിജാൽ എന്ന് പറഞ്ഞെങ്കിൽ ഒക്കെ എടുത്തും പുരുഷന്മാരൊന്നുമല്ല. ഒരു ഹദീസിൽ പറഞ്ഞില്ലേ, വറജുലുൻ ദക്കറല്ലാഹ ഖാലിയൻ ഫഫാദത് ഐനഹു. റജുലുൻ ദക്കറല്ലാഹ ഖാലിയൻ, ഒരു വ്യക്തി അയാൾ ഒഴിഞ്ഞിരുന്ന അള്ളാഹുവിനെ ഓർത്തു, ഫഫാദത് ഐനഹു, അപ്പോൾ അയാളുടെ കണ്ണ് കരഞ്ഞു, നനഞ്ഞൊലിച്ചു. അവിടെ റജുലുൻ എന്ന് പറഞ്ഞാൽ ഷഖ്സിന്, ഒരു വ്യക്തി, ഇൻസാൻ, ഒരു മനുഷ്യൻ എന്നാണ്. റജുലുൻ എന്നുള്ളിടത്തൊക്കെയും പുരുഷൻ എന്ന അർത്ഥമല്ല, വ്യക്തികൾ എന്നർത്ഥത്തിൽ റജുൽ പറയും. പക്ഷേ ഇവിടെ റിജാൽ എന്ന് പറയുമ്പോൾ പുരുഷന്മാർ തന്നെയാണ്. നൂഹി ഇലൈഹിം, അതും പ്രശ്നമാണ്. നൂഹി ഇലൈഹിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും
വിശുദ്ധ ഖുർആനിൽ അറിയപ്പെട്ട കുറേ വഹയികളുണ്ട്. അതൊക്കെ പെണ്ണുങ്ങൾക്കാണ്. മറിയമ്മിന് വഹയി നൽകിയത്, മൂസാൻ്റെ അമ്മക്ക് വഹയി നൽകിയതൊക്കെ. അതുകൊണ്ടാണ് ഇതിലൊരു വിഷയം. അതാണ് നമ്മളുടെ ഒരു സംസാര വിഷയം. മറ്റൊന്ന് ഈ മിൻ അഹ്ലിൽ ഖുറ, ഗ്രാമത്തിൽ നിന്ന് നബിമാരുണ്ടായിട്ടുണ്ടോ? അതല്ല പട്ടണവാസികൾ മാത്രമാണ് നബിമാർ, അതെന്തുകൊണ്ട് എന്നുള്ള വിഷയം. വിശുദ്ധ ഖുർആനിൽ 3 സ്ഥലത്ത് വമാ അർസൽനാ മിൻ ഖബ്ലിക ഇല്ലാ റിജാലൻ നൂഹി ഇലൈഹിം, വമാ അർസൽനാ മിൻ ഖബ്ലിക ഇല്ലാ റിജാലൻ നൂഹി ഇലൈഹിം എന്ന് അംബിയായിലും യൂസുഫിലും, വമാ അർസൽനാ ഖബ്ലക ഇല്ലാ റിജാലൻ നൂഹി മിൻ ഇല്ലാതെ ഖബ്ലക ഇല്ലാ റിജാലൻ നൂഹി ഇലൈഹിം എന്ന് സൂറത്തുൽ അംബിയായിൽ. എന്തായാലും അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താ ശൈലി നോക്കി, വമാ അർസൽന, നാം അയച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇല്ലാ റിജാലൻ, ഇല്ല. അപ്പോൾ ആരെ മാത്രമാണ് അയച്ചതെന്ന് വരും? റിജാലിനെ മാത്രമാണ് അയച്ചതെന്ന് വരും അല്ലേ? റിജാലിനെ മാത്രം, പുരുഷന്മാരെ മാത്രമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂലുമാരെ അയച്ചതെന്ന് വരും. അതിലാണ് ഒരു വലിയ ഒരു സംസാരം പണ്ഡിതന്മാർക്കിടയിൽ. എന്താ വിഷയം? എല്ലാ പണ്ഡിതന്മാരും യോജിച്ചൊരു വിഷയം, റസൂലുമാരായി ആരേ വന്നിട്ടുള്ളൂ? റിജാലേ വന്നിട്ടുള്ളൂ. റസൂലുമാരായി റിജാലേ വന്നിട്ടുള്ളൂ. അതെന്തുകൊണ്ട്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വമാ അർസൽന, നാം റസൂലുമാരയച്ചില്ല. അർസലാണല്ലോ, അർസല ഇർസാൽ, അർസല ഇർസാൽ, അയക്കുന്നവൻ മുർസിൽ, അള്ളാഹു മുർസിൽ, അയക്കപ്പെട്ടവൻ മുർസൽ അല്ലെങ്കിൽ റസൂൽ. റസൂൽ മുർസൽ, അതാണ് അയക്കപ്പെട്ടവൻ. അയച്ചവൻ മുർസിൽ, അള്ളാഹു സുബ്ഹാനഹു വ തആല. അർസല എന്ന് പറയുമ്പോൾ അതിനാണ് റിസാലത്ത്. അപ്പോൾ റസൂലായിട്ട് ആരെ അയച്ചിട്ടുള്ളൂ? റിജാലൻ. കാരണം വിശുദ്ധ ഖുർആനിൽ 3 ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല റിജാലൻ എന്ന് പറഞ്ഞു. പക്ഷേ നബി ആരാണ്? നബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നബിയും റസൂലും വ്യത്യാസമുണ്ട്. നബി എന്നുള്ളത് ഉണ്ടല്ലോ, അന്നബി എന്നുള്ളത്, അന്നബിയു, ഇതിൻ്റെ മറ്റൊരു ഖിറാഅത്ത് നബി അന്നബിഉ എന്നാണ്. നബിഉ എന്നാണ് അതിൻ്റെ ഖിറാഅത്ത്. ഇങ്ങനെ ഹംസയോട് കൂടിയാണ് ഖിറാഅത്ത്. ഇത് ഇംബായിൽ നിന്നാണ്. ഇംബ എന്നൊക്കെ പറഞ്ഞാൽ എന്താ? ഈ ഒലാം, അറിയിക്കുക എന്നുള്ളതാണ്, അറിയിക്കുക എന്നുള്ളത്. അവൻ നബി എന്ന് പറഞ്ഞെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള അറിയിപ്പുകാരനാണ്. അള്ളാഹുവിൽ നിന്നുള്ള അറിയിപ്പുകാരൻ, അല്ലെങ്കിൽ അള്ളാഹുവിൽ നിന്ന് അറിയിപ്പ് വന്നവൻ എന്നുള്ളതാണ് വിഷയം. പിന്നെ നബിയും റസൂലും തമ്മിൽ വ്യത്യാസമുണ്ട്. നബിയും റസൂലും തമ്മിൽ വ്യത്യാസമുണ്ട്. അതാരാ പറഞ്ഞത്? നബിയും റസൂലും തമ്മിൽ വ്യത്യാസമുണ്ട്. വിശുദ്ധ ഖുർആനിൽ തന്നെ അള്ളാഹു സുബ്ഹാനഹു മിൻ റസൂലിൻ ഔ നബി, അല്ലെങ്കിൽ മിൻ റസൂലിൻ വ നബി എന്നുള്ള പ്രയോഗമല്ലേ? റസൂൽ എന്നും നബി എന്നും പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചിട്ടുണ്ട്, കം വഫാഉ ഇദ്ദത്തി അൽ അംബിയ, കം വഫാഉ ഇദ്ദത്തിൽ അംബിയ, നബിമാരുടെ എണ്ണം, അതിൻ്റെ പൂർണ്ണ അളവ് എത്രയാണെന്ന് ചോദിച്ചു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു 100,000 و24. 100,024. എത്ര? 100,024. അബ്ദുസ്സലാം എത്രയാണ്? 100,024. 1,24,000. അതിന് ഫിറാസൽ മതങ്ങൾ 1,24,000 നബിമാരെന്നാണ് പറഞ്ഞത് അല്ലേ? 1,24,000. അപ്പോൾ നബിസ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അബൂദർ റളിയല്ലാഹു തആല ചോദിച്ചു, പിന്നെ ഇവരിൽ എത്ര റസൂലുമാരുണ്ടെന്ന് ചോദിച്ചു. ഇവരിൽ എത്ര റസൂലുമാരുണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു 315. 315. കം? 315. ജമ്മൻ ഗഫീറ എന്ന് പറഞ്ഞു. ഇമാം അഹ്മദ് തബ്രാനി, ഇമാം അഹ്മദ് മുസ്നദിൽ, അതേപോലെ തന്നെ തബ്രാനി മോജമിൽ, ഇബ്നു ഹിബ്ബാനൊക്കെ നിവേദനം ചെയ്യുന്ന ഹദീസാണ്. ഹദീസ് സഹിഹാണ്. അപ്പോൾ ഇവിടെ നോക്കി 1,24,000 നബി എന്ന് പറഞ്ഞു, റസൂലുമാർ 315 എന്ന് പറഞ്ഞു. അപ്പോൾ റസൂലുമാരും നബിമാരും വേറെയാണ് അല്ലേ? എല്ലാ റസൂലും നബിയാണ്, എല്ലാ നബിമാരല്ല റസൂലല്ല, എല്ലാ നബിമാരല്ല റസൂലല്ല. അപ്പോൾ എന്താണ് റസൂൽ, എന്താണ് നബി?
എന്ന് ആദ്യം മനസ്സിലാക്കണം. എന്നിട്ട് ഈ നബിമാരുടെ ഗണത്തിൽ സ്ത്രീകൾ വരുമോ എന്നുള്ള വിഷയം അപ്പോഴാണ് അവിടെയാണ് ചർച്ചയാവുന്നത്. ഈ റസൂലും നബിയും എന്താണ് തമ്മിൽ വ്യത്യാസം എന്നതിൽ പല പ്രയോഗങ്ങളുണ്ട്. 40ഓളം പ്രയോഗങ്ങൾ ചില കിതാബുകൾ വായിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിലേറ്റവും ഒരു എളുപ്പത്തിൽ നമുക്ക് പ്രാപ്യമാകുന്ന ഒരു പ്രയോഗം ഞാനിവിടെ എഴുതാം. മൻ ഔഹല്ലാഹു ഇലൈഹി ബിശറഇൻ വഅമറ ബിതബ്ലീഗിഹി വഅമറ ബിതബ്ലീഗിഹി വൽ അമലി ബിഹി. പല നിർവചനങ്ങളുണ്ട്. ഞാൻ ചിലപ്പോൾ ഇവിടെ തന്നെ മുമ്പ് പഠിപ്പിച്ച വേറത്തെ താരീഫായിരിക്കും എഴുതിയിട്ടുണ്ടാകുക. ഏറെക്കുറെയൊക്കെ ഇതിലേക്ക് തന്നെ മടങ്ങുന്നത്. മൻ ആരാണ് റസൂൽ? ഇതാണ് റസൂലിൻ്റെ നമ്മൾ എഴുതുന്നത്. ആരാണ് റസൂൽ? റസൂൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റസൂൽ എന്ന് പറഞ്ഞാൽ മൻ ഔഹല്ലാഹു ഇലൈഹി, അള്ളാഹു വഹി നൽകിയ ആളാണ്. മൻ യാതൊരുവനാണ് ഔഹല്ലാഹു, അള്ളാഹു വഹി നൽകി ഇലൈഹി അദ്ദേഹത്തിന്. അപ്പോൾ അള്ളാഹു വഹി നൽകിയ ആളാണ് റസൂൽ. എന്തുകൊണ്ട് അള്ളാഹു വഹി നൽകിയത്? ബിശറഇൻ, ശറഅ് കൊണ്ട്, ഒരു മത നിയമം കൊണ്ട്, മതവിഷയം കൊണ്ട് അള്ളാഹു വഹി നൽകി. എന്നിട്ട് വഅമറ, അള്ളാഹു കൽപ്പിച്ചു, ബിതബ്ലീഗിഹി, അത് എത്തിക്കാൻ, ആളുകളിലേക്ക് എത്തിക്കാൻ, വൽ അമലി ബിഹി, അതുകൊണ്ട് അയാൾ കർമ്മം അനുഷ്ഠിക്കാനും. അള്ളാഹു ഒരു ശറഅ് കൊണ്ട് വഹി നൽകുകയും ഇത് ആളുകളിലേക്ക് എത്തിക്കണമെന്ന് കൽപ്പിക്കുകയും താങ്കൾ ഇത് പ്രാവർത്തികമാക്കണം എന്ന് കൽപ്പിക്കുകയും ചെയ്ത വ്യക്തി ആരായാണ്? റസൂൽ. അപ്പോൾ റസൂലാകുമ്പോൾ അള്ളാഹു വഹി നൽകിയിരിക്കണം. വഹി നൽകിയത് എന്തായിരിക്കണം? ഒരു ശറഅ് ആയിരിക്കണം. പിന്നെ അയാളോട് അള്ളാഹു അത് എത്തിക്കാൻ ആർക്കെത്തിക്കാൻ? ജനങ്ങൾക്ക് എത്തിക്കാൻ കൽപ്പിച്ചിരിക്കണം. അയാളത് പ്രയോഗവൽക്കരിക്കാനും അള്ളാഹു കൽപ്പിച്ചിരിക്കണം. ഇങ്ങനെയുള്ള ആൾക്കാണ് എന്താ പറയുക? റസൂൽ എന്ന് പറയാം. എന്നാൽ നബിയാകുമ്പോൾ നിർവചനം ഇതന്നെ, മൻ ഔഹല്ലാഹു ഇലൈഹി, അള്ളാഹു വഹി നൽകിയ ആളാണ്. എന്തുകൊണ്ടാണ് വഹി നൽകിയത്? ബിശറഇൻ. പക്ഷേ എന്തുണ്ടായിട്ടില്ല? വലം യഅ്മുറു ബിതബ്ലീഗിഹി, ഇത് എത്തിക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചിട്ടില്ല. പക്ഷേ അയാളോട് കൽപ്പിച്ചത് എന്താണ്? അതുകൊണ്ട് അമലെടുക്കണം എന്നാണ്. അള്ളാഹു വഹി നൽകി ശറഅ് കൊണ്ട്, പക്ഷേ ഇത് എത്തിക്കണം എന്നുള്ള കൽപ്പന അദ്ദേഹത്തിനില്ല, കൽപ്പനയല്ല. പിന്നെന്ത് മതി? അള്ളാഹു കൽപ്പിച്ചത് കൊണ്ട് അയാൾ അമലെടുത്താൽ മതി. ഇതാണ് നബി. അപ്പോൾ നബി റസൂലും തമ്മിൽ വ്യത്യാസമുണ്ട്. ഒന്ന് പറഞ്ഞേ, എങ്ങനെ വ്യത്യാസം? ഒന്ന് പറഞ്ഞേ. ഒരു ശറഅ് കൊണ്ട് അള്ളാഹു വഹി നൽകുകയും അത് എത്തിക്കുവാൻ കൽപ്പിക്കുകയും എത്തിക്കാനും പ്രാവർത്തികമാക്കാനും പ്രയോഗവൽക്കരിക്കാനും കൽപ്പിക്കുകയും ചെയ്ത വ്യക്തിയാണ് റസൂൽ. എന്നാൽ ശറഅ് കൊണ്ട് അള്ളാഹു വഹി നൽകി അത് എത്തിക്കാനുള്ള കൽപ്പനയല്ല, പ്രയോഗവൽക്കരിക്കാൻ മാത്രം കൽപ്പനയുള്ള വ്യക്തി, അയാളാണ് ആര്? നബി. ആ നബിമാരുടെ എണ്ണാണ് ഈ പറഞ്ഞത് 1,24,000. എന്നാൽ ഇങ്ങനെ ബോധനമുള്ള വ്യക്തികളുടെ എണ്ണാണ് 315. അത് നമുക്ക് പറയാൻ പറ്റില്ല, എല്ലാവരും റസൂലാണെന്ന് പറയാൻ പറ്റില്ല. നബിമാരുടെ പേരുകളാണത്, എല്ലാവരും റസൂലുമാരെന്ന് പറയാൻ പറ്റില്ല. റസൂലുമാരാകണമെങ്കിലുള്ള മാനദണ്ഡം ഇപ്പോൾ ഈ പറഞ്ഞതാണ്. ഈ അമറ ബി തബ്ലീഗി, തബ്ലീഗ് കൊണ്ട് കൽപ്പിച്ചിട്ടുണ്ടോ അയാൾ റസൂലായിരിക്കും. അത് നമുക്ക് ഖുർആൻ കൊണ്ടോ സുന്നത്ത് കൊണ്ടോ തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ റസൂലായിരിക്കും. പക്ഷേ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ പലരും അങ്ങനെയാണ്. നബിയ റസൂല എന്നൊക്കെ പറയില്ലേ. കിതാബ് ഉണ്ടായിക്കൊള്ളണമെന്നൊന്നുമില്ല. കിതാബ് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. കിതാബ് നൽകിയവരുണ്ട്, ഏടുകൾ നൽകപ്പെട്ടവരുണ്ട്, അതൊക്കെ ഉണ്ട്. പക്ഷേ ഇതാണ് വിഷയം. ഇതിന് പല നിർവചനം ഉണ്ട് കേട്ടോ, പല നിർവചനം. ഞാൻ ഒരെണ്ണം അതിൽ എടുത്ത് ഇവിടെ എഴുതിയെന്നുള്ളൂ. അവ്വലു റസൂൽ, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ കുറിച്ച്, പിന്നെ നബിയുൻ മുക്കല്ലം, അള്ളാഹു സംസാരിച്ച നബിയാണ് എന്നാണുള്ളത്. അവിടെ കേട്ടെ, ഇവിടെ നമ്മുടെ വിഷയം സ്ത്രീകളിൽ നിന്ന് നബിമാരുണ്ടായിട്ടുണ്ടോ ഇല്ല എന്നുള്ളതാണ്. സ്ത്രീകളിൽ നിന്ന് നബിമാരുണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ് വിഷയം. അതിൽ പിന്നെ അബുൽ ഹസൻ അൽ അശ്അരി സ്ത്രീകളിൽ നിന്ന് നബിമാരുണ്ടായിട്ടുണ്ട് എന്ന് അഭിപ്രായപ്പെട്ട ആളാണ്. അദ്ദേഹം 6 പേരെ അതിലെണ്ണി. അബുൽ ഹസൻ അൽ അശ്അരി ആരായിരിക്കും എണ്ണിയിട്ടുണ്ടായ? 6 പേരെ ആരായിരിക്കും?
ഒന്ന് ഹവ്വ അലൈഹിസ്സലാം, പിന്നൊന്ന് സാറ. ആരാ സാറ? ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഭാര്യ ഉമ്മ ഇസ്ഹാഖ്. പിന്നെ ഹാജർ, പിന്നെ ഉമ്മു മൂസ, പിന്നെ ആസിയ ബിന്ദു മുസാഹിൻ, പിന്നെ മറിയം. ഇവരാണ് ഈ 6 പേർ. അബുൽ ഹസൻ അശ്ശരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറഞ്ഞത്, അള്ളാഹുവിൽ നിന്നുള്ള ഒരു ഹുക്കുമുമായി മലക്ക് ഇറങ്ങിയവരെല്ലാം നബിമാർ. അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു വിശാല കാഴ്ചപ്പാട്. അള്ളാഹുവിൽ നിന്നുള്ള ഒരു ഹുക്കും, അതൊരു കൽപ്പനയാകാം, ഒരു വിരോധമാകാം, അല്ലെങ്കിൽ ഒരു അറിയിപ്പാകാം. അള്ളാഹുവിൽ നിന്നുള്ള ഒരു ഹുക്കുമുമായി ഒരു മലക്ക് അള്ളാഹുവിൽ നിന്ന് വന്നിട്ടുണ്ട് എങ്കിൽ അവരൊക്കെ എന്താണ്? നബിയാണ് എന്നുള്ളതാണ്. അപ്പോൾ അള്ളാഹുവിൽ നിന്നുള്ള ഹുക്കുമായിട്ട് ഇവർക്കൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ഇവരിലേക്കൊക്കെ മലക്ക് വന്നിട്ടുണ്ട്. ആ കാഴ്ചപ്പാടിലാണ് അദ്ദേഹം ഈ 6 പേരെ നബിമാരായിട്ട് എണ്ണിയത്. പക്ഷെ അതിനെ നിരൂപിച്ചവർ പറഞ്ഞു, അള്ളാഹുവിൽ നിന്നുള്ള ഹുക്കുമായിട്ട് പലരും വന്നിട്ടുണ്ട്, മലക്കുകൾ വന്നിട്ട്. ഇപ്പോൾ നമുക്കറിയാം, ഇസ്രായേലിയരിൽ ഒരു പാണ്ഡുരോഗി, ഒരു പിന്നെ കഷണ്ടിക്കാരൻ, അതേപോലെ തന്നെ ഒരു ബ്ലൈൻഡ്, അവരിലേക്ക് മലക്ക് വന്നില്ലേ? അവരിലേക്ക് വന്നത് ആരാണ്? വേഷപ്രച്ഛന്നനായിട്ട് വന്നത് മലക്കാണ്. അവസാനം മലക്ക് പറയുന്നുണ്ടല്ലോ, ഞാൻ അള്ളാഹുവിൽ നിന്നുള്ള മലക്കാണ്, നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടി എന്ന് പറയുന്നത്. അപ്പം മലക്ക് വന്നു, ഒരു ഹുക്കുമ് കൊണ്ട് ബോധനം നൽകി. അതിൻ്റെ പേരിൽ ഇവർ 3 നബിമാരാന്ന് പറയില്ല. ആ നിലക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട് പണ്ഡിതന്മാർ. പക്ഷേ ഞാൻ അതിൻ്റെ മസാല പറയാണ്. അബുൽ ഹസൻ അശ്ശരി ഈ 6 പേരെ നബിമാരാണ്. കാരണം എന്താ? അള്ളാഹുവിൽ നിന്ന് ഷറവുമായി വഹി വന്നിട്ടുണ്ട്, അത് അവർ പ്രാവർത്തികമാക്കാൻ എന്നുള്ളതാണ് അതിൻ്റെ ഒരു പിന്നെ ഉദ്ദേശം. ഇബ്നു ഹസം അബ്ബാഹിരി മറിയം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വിഷയത്തിന് വിശിഷ്യ മറിയം നബിയ്യത്താണ് എന്നത്, അതേപോലെ തന്നെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഉമ്മു മൂസ നബിയ്യത്താണ് എന്ന് ശക്തമായിട്ട് പിന്നെ വാദിച്ച മഹാനാണ് ഇബ്നു ഹസം അബ്ബാഹിരി. അദ്ദേഹം പിന്നെ കുർത്തുബയിൽ, സ്പെയിനിലായിരുന്നല്ലോ, കുർത്തുബയിൽ പിന്നെ അവിടെ ഉലമാക്കൾക്കിടയിൽ ഈ വിഷയത്തിലുണ്ടായിരുന്ന വലിയൊരു അഭിപ്രായ വ്യത്യാസത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഒരു വിഭാഗം നബിമാർ സ്ത്രീകളിൽ നിന്ന് നബിമാരുണ്ടായിട്ടുണ്ട് എന്ന് വാദിച്ചു, മറ്റൊരു വിഭാഗം സ്ത്രീകളിൽ നിന്ന് നബിമാരുണ്ടായിട്ടില്ല എന്ന് വാദിച്ചു. മറ്റൊരു വിഭാഗം രണ്ടു പക്ഷവും നിൽക്കാതെ എന്ത് ചെയ്തു? അവരുടെ നിലപാട് ഉണ്ടെന്ന് പറയാൻ പോയില്ല, ഇല്ലയെന്നും പറയാൻ പോയില്ല, അവർ മൗനികളായി എന്നുള്ളതാണ്. ആ വിഷയം ഇബ്നു ഹസം പറയുന്നുണ്ട്. പക്ഷേ ഇബ്നു ഹസം അദ്ദേഹത്തിൻ്റെ ശൈലി വായിച്ചാൽ സ്ത്രീകളിൽ നിന്ന് ഇവർ നബിമാരാണ് എന്ന് നമ്മളൊക്കെ പറഞ്ഞു പോകും. ആ രീതിയിലാണ് ഇബ്നു ഹസം എന്ത് ചെയ്തിട്ടുള്ളത്? ആ മസാലയെ കൊണ്ടുവന്നിട്ടുള്ളത്. ജമുൽ ജവാമിയ എന്താ? ജവാമിയ ഉസൂൽ ഫിഖിലെ കിതാബാണ്. താജുദ്ദീൻ സുബുക്കിയുടെ ജമുൽ ജവാമിയ വിശ്വപ്രസിദ്ധ ഗ്രന്ഥമാണ്. അതിനെ പിന്നെ ഈ ജലാലുദ്ദീൻ സുയൂത്തി പദ്യമായിട്ട് ആവിഷ്കരിച്ചിട്ടുണ്ട്. ജമുൽ ജവാമിയ ഗദ്യാണ് ഉസൂൽ ഫിഖിൽ. അതിനെ പദ്യമാക്കിയിട്ടുണ്ടാര് ജലാലുദ്ദീൻ സുയൂത്തി. അൽ കൗക്കബ് സാത്തിർ നവമു ജമുൽ ജവാമിയ എന്നാണ് കിതാബിൻ്റെ പേര്. നമ്മൾ നമിച്ചു പോകും, അത്ര വലിയ ശൈലിയിലുള്ള നല്ല കിതാബാണ്. അതിൽ പിന്നെ സുയൂത്തി പറയുന്നത് ഒരു 2 വരി കവിതയാണ്. അത് ഇവിടെ ഇതാ: ഇഖ്തലഫത് ഫീ ഖദിരിൻ അഹ്ലുൻ നുഖൂൽ. ഇഖ്തലഫത് ഫീ ഖദിരിൻ അഹ്ലുൻ നുഖൂൽ ഫഖീല വലിയുൻ വനബിയുൻ വറസൂൽ. ഫഖീല വലിയുൻ വനബിയുൻ വറസൂൽ. എന്നിട്ട് പറയാണ് ലുക്മാന ഹവ്വാ മറിയമി വൽമൻഉ ഫിൽ ജമീഇ ഖൗലുൽ മുഅ്ളമി വൽമൻഉ ഫിൽ ജമീഇ ഖൗലുൽ മുഅ്ളമീന. ജലാലുദ്ദീൻ സുയൂത്തി പറയാണ്, ഇഖ്തലഫത്ത്
അഭിപ്രായ വ്യത്യാസത്തിലായി. ഫി ഖദിറിൻ, ഖദിറിൻ്റെ വിഷയത്തിൽ. അഹ്ലുൻ നുഖൂൽ, പ്രാമാണികർ. ഖദിർ ആര്? ഖദിർ ആ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമെ പിന്നെ തേടിപ്പോയില്ലേ? സൂറത്ത് കഹ്ഫിൽ പറഞ്ഞില്ലേ? ആ ഖിദർ അല്ലെങ്കിൽ ആ ഖദിർ പറയാം. അപ്പോൾ ഖദിറിൻ്റെ വിഷയത്തിൽ പ്രാമാണികർ അഭിപ്രായ വ്യത്യാസത്തിലായി. ഫക്കീൽ, ഖദിർ ആരാണെന്നതിൽ പറയപ്പെട്ടു വലിയുൻ, വലിയ എന്ന അഭിപ്രായം പറഞ്ഞവരുണ്ട്. നബിയുൻ, നബിയാണെന്ന അഭിപ്രായം പറഞ്ഞവരുണ്ട്. റസൂലാണെന്ന അഭിപ്രായം പറഞ്ഞവരുമുണ്ട്. ഖദിറിൻ്റെ വിഷയത്തിൽ പ്രാമാണികർ അഭിപ്രായ വ്യത്യാസത്തിലായി. വലിയെന്നും നബിയെന്നും റസൂലെന്നും ഖദിറിനെ കുറിച്ച് അഭിപ്രായം പറഞ്ഞവരുണ്ട് എന്നാണ് പറയുന്നത്. എന്നിട്ട് പറയുന്നത് ഈ അഭിപ്രായ വ്യത്യാസം ഇനിയുണ്ട് പ്രാമാണികർക്ക്. ആരുടെ വിഷയത്തിൽ? ലുക്മാൻ്റെ വിഷയത്തിൽ. ലുക്മാൻ്റെ വിഷയത്തിലും ദുൽഖർനൈൻ്റെ വിഷയത്തിലും. ദുൽഖർനൈൻ ആരാ? സൂറത്തുൽ കഹ്ഫിൽ വയസ്അലൂനക അൻ ദുൽഖർനൈൻ. ദുൽഖർനൈൻ്റെ വിഷയത്തിലും ഹവ്വാൻ്റെ വിഷയത്തിലും മറിയമിൻ്റെ വിഷയത്തിലും പ്രാമാണികർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. വൽമൻഉ ഫിൽ ജമീ ഖൗലുൽ മുഅ്ളമി. വൽമൻഉ, ഇവർ നബിയല്ല എന്നുള്ളതാണ് ഫിൽ ജമീ, ഈ മുഴുവൻ ആളുകളുടെയും വിഷയത്തിൽ ഖൗലുൽ മുഅ്ളമി എന്നാണ്, ഭൂരിപക്ഷത്തിൻ്റെ അഭിപ്രായം എന്നാണ്. അത് പിന്നെ ഇപ്പോൾ ജമ്മുൽ ജവാമിയനെ പദ്യവൽക്കരിച്ചപ്പോൾ ജലാലുദ്ദീൻ സുയൂത്തി പിന്നെ ഇങ്ങനെ കൊടുത്തതാണ്. ഞാനത് ഇവിടെ ഉദ്ധരിച്ചത് ഇത് ഈ വിഷയം ഇതാണ് നമ്മളുടെ വിഷയം. മറിയം ഹവ്വയും മറിയമും നബിയത്ത് ആയിരുന്നോ അല്ലേ എന്നതിൽ എന്തുണ്ട്? അഹ്ലുൻ നുഖൂൽ, പ്രാമാണികർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉള്ളത് മനസ്സിലാക്കാനാണ്. പ്രാമാണികർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ളൊരു വിഷയമാണ് സ്ത്രീകളിൽ നിന്ന് നബിയത്ത് ഉണ്ടായിട്ടുണ്ടോ ഇല്ലേ എന്നുള്ള വിഷയം. ഇബ്നു ഹസം, ഞാൻ പറഞ്ഞത് ഇബ്നു ഹസം, അതേപോലെ തന്നെ ഇമാം ഖുർത്തുബി തഫ്സീറിൽ വിശേഷ്യ മറിയമിനെ കുറിച്ച്, മറിയം അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് നബിയത്താണ് എന്നുള്ള അഭിപ്രായമാണ് കൊടുത്തിട്ടുള്ളത്. നബിയത്താണ് എന്നുള്ള അഭിപ്രായമാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ അത് എന്തുകൊണ്ട് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഉമ്മയുടെ വിഷയം നോക്കി നിങ്ങൾ. അള്ളാഹു പറയുന്നു വഅൗഹൈന ഇലാ ഉമ്മി മൂസ, മൂസാൻ്റെ ഉമ്മാക്ക് നാം വഹയ് നൽകി. അത് പിന്നെ ഒരു ഇൽഹാം, ബോധനമായിരുന്നു, അല്ലെങ്കിൽ പിന്നെ അതൊരു തോന്നിപ്പിക്കലായിരുന്നു എന്നൊക്കെ വിശ്വസിക്കാൻ പ്രയാസമുണ്ട്. ഇബ്നു ഹസമിൻ്റെ ഭാഷ കേട്ടോ, പ്രയാസമുണ്ട്. എന്തുകൊണ്ടാണ് പ്രയാസം? കേവലം താൻ പ്രസവിച്ച ഒരു കുഞ്ഞിനെ, ചോരക്കുഞ്ഞിനെ ഒരു പെട്ടിയിലാക്കിയിട്ട് അതിനെ പിന്നെ കടലിലേക്ക് ഇടാനാണ് പറയുന്നത്, വെള്ളത്തിലേക്ക് എറിയാനാണ് പറയുന്നത്. വഅൗഹൈന ഇലാ ഉമ്മി മൂസ അൻ അർദിഇഹി, കുട്ടിക്ക് മുലയൂട്ടാൻ ഞാൻ മൂസാൻ്റെ ഉമ്മാക്ക് വഹി നൽകി. വഇദാ ഖിഫ്തി അലൈഹി ഫഅൽഖിഹി ഫിൽ യം എന്നാണ്. കുട്ടീനെ വിഷയത്തിൽ ഫിറൗനും കൂട്ടരും വന്ന് കൊല്ലുമെന്ന് പേടിച്ചിട്ടുണ്ടെങ്കിൽ ഫഅൽഖിഹി ഫിൽ യം എന്നാണ്, കുട്ടീനെ കടലിലേക്ക് എറിയാൻ പറയാണ്. പിന്നെ മാത്രമല്ല കടലിലേക്ക് എറിയുക. എന്നിട്ട് പറയാണ് ഇന്ന റാദൂഹു വലാ തഖാഫി വലാ തഹ്സനി, നിങ്ങൾ ഭയക്കണ്ട, നിങ്ങൾ ദുഃഖിക്കേണ്ട. ഇന്ന റാദൂഹു ഇലൈക്കി വജാഇലുഹു മിനൽ മുർസലീൻ, കുട്ടീനെ ഞാൻ നിങ്ങൾക്ക് തിരിച്ചു തരും, കുട്ടീനെ ഞാൻ റസൂലാക്കി അയക്കും. നോക്കി നിങ്ങൾ ഇവിടെ ഇത് എന്തൊക്കെ വിഷയമുണ്ട്. ഒരു കുട്ടീനെ എറിയാൻ പറയാണ്. അത് കേവലം ഒരു തോന്നൽ അല്ലാഹുവിൽ നിന്നുണ്ടായി എന്നതിനാൽ ഇങ്ങനെ ഇടുക എന്നുള്ളത് സാധ്യമല്ല ഒരു മാതാവിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ എന്ത് വേണം? ഈ ബോധനവുമായിട്ടൊരു മലക്കിൻ്റെ സാന്നിധ്യം ഉണ്ടാകണം. ആ മലക്കിൻ്റെ സാന്നിധ്യത്തിൽ ഒരു ഉറപ്പിനാലായിരിക്കണം ഒരു ഉമ്മ അത് ചെയ്യുള്ളൂ. പിന്നെ ഇതിൽ നോക്കി നിങ്ങൾ പിന്നെ എന്താ പറയുന്നത്, വലാ തഖാഫി വലാ തഹ്സനി, ഇതൊക്കെയാണുള്ള ബോധനം. പിന്നെ സുവിശേഷം എന്താ, സന്തോഷ വാർത്ത അറിയിക്കണം. ഇന്ന റാദൂഹു ഇലൈക്കി, കുട്ടീനെ ഞാൻ നിങ്ങൾക്ക് തിരിച്ചു തരും. വജാഇലുഹു മിനൽ മുർസലീൻ, ഈ കുട്ടീനെ ഞാൻ റസൂലാക്കും എന്നൊക്കെ പറയല്ലേ. അപ്പോൾ ഇതൊക്കെ നമ്മൾ പിന്നെ വിശുദ്ധ ഖുർആൻ്റെ മറ്റ് നബിമാർക്കുള്ള ബോധനങ്ങൾ വെച്ച് നോക്കിയിരുന്നെങ്കിൽ ഇതൊക്കെ നബിമാർക്ക് നേരെ അള്ളാഹുവിൽ നിന്നുള്ള വഹയിലാണ് ഇങ്ങനത്തെ ഒക്കെ പരാമർശങ്ങൾ. നബിമാർക്ക് മാത്രമുള്ള പരാമർശങ്ങളാണ് ഇതുപോലുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത്. പിന്നെ മാത്രമല്ല നോക്കി, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയോട് കുട്ടി ഇസ്മായിലിനെ അറുക്കാൻ പറഞ്ഞത് പിന്നെ സ്വപ്നത്തിലാണ്.
സ്വപ്നത്തിൽ പിന്നെ ഉള്ള ബോധനത്തിലാണ് അത് പറഞ്ഞത്. ആ സ്വപ്നത്തിൽ ബോധനം നൽകിയിട്ട് അറക്കാൻ പറഞ്ഞത് നമ്മൾ നുബുവത്തായിട്ട് അള്ളാഹുവിൽ നിന്നുള്ള വഹയാൻ നുബുവത്തായിട്ട് വിശ്വസിക്കുന്നു. അതേസമയം ഖദർ അലൈഹി സ്വലാത്തു വസ്സലാം ഒരു കുട്ടിനെ അർത്തില്ലേ, അത് അള്ളാഹുവിൽ നിന്നുള്ള ഒരു പിന്നെ വഹയ് അല്ലാതെ കേവലം സ്വപ്നത്തിൽ അല്ലെങ്കിൽ കേവലം ഒരു ബോധനം ഇൽഹാം അതിനെ തുടർന്ന് അർത്ത് എന്നുള്ളതെങ്ങനെ വിശ്വസിക്കാൻ പറ്റും? അതുകൊണ്ട് പിന്നെ ഖദർ അലൈഹി സ്വലാത്തു വസ്സലാം നബിയാണ്. ഖദറിൻ്റെ വിഷയം വേറെയാണ്, നമ്മൾ മുമ്പ് സുഹൃത്ത് കഹ്ഫ് പറഞ്ഞിട്ട് വേറെയും തെളിവുകളുണ്ട് ഖദർ നബിയാണ് എന്നുള്ളതിൻ്റെ വിഷയത്തിൽ. പക്ഷേ പിന്നെ ഇത് ഈ ഒരു മസ്അലയെ ചർച്ച ചെയ്തപ്പോൾ ഇങ്ങനത്തെ ഈ വിഷയങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. പിന്നെ മറിയം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വിഷയം ഒന്നുകൂടി. മറിയം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അടുക്കലേക്ക് മലക്ക് വരികയാണ്. എന്നിട്ട് എന്താ പറയുന്നത്? വദ്കുർ ഫിൽ കിതാബി മറിയം ഇദ് ഇൻതബദത് മിൻ അഹ്ലിഹാ മകാനൻ ശർഖിയ്യ ഫത്തഖദത് മിൻ ദൂനിഹിം ഹിജാബൻ ഫഅർസൽനാ ഇലൈഹാ റൂഹനാ ഫതമത്തല ലഹാ ബശറൻ സവിയ്യ. മലക്ക് വരികയാണ്. എന്നിട്ട് മലക്ക് മനുഷ്യരൂപം പൂണ്ടിട്ട് പറയാണ്, എന്താ പറഞ്ഞത്? ഇന്നമാ അന റസൂലു റബ്ബിക്ക് അഹബലക്ക് ഗുലാമൻ സക്കിയ. ഞാൻ നിൻ്റെ റബ്ബിൻ്റെ റസൂലാണ്, നിനക്ക് ഒരു സക്കിയായ സംസ്കൃതനായൊരു കുഞ്ഞിനെക്കുറിച്ച് സുവിശേഷം പറയാൻ വേണ്ടിയിട്ട് വന്നാണ് എന്ന് പറഞ്ഞിട്ട് മലക്ക് വന്ന് മറിയമിൽ റൂഹ് ഊതിയതിന് ശേഷം പോകല്ലേ. അതൊക്കെ പിന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ഇബ്നു ഹസം അതൊക്കെയാണ് പറയുന്നത്. എന്നിട്ട് മാത്രമല്ല, മറിയമിൻ്റെ ചരിത്രം കഴിഞ്ഞ് പിന്നെ സുഹൃത്ത് മറിയമിൽ ചരിത്രം വരുന്നത് ആരുടേതാണ്? ആദ്യം സക്കരിയ, പിന്നെ യഹ്യ, പിന്നെ മറിയം, പിന്നെ ഇബ്രാഹിം അല്ലേ, ഇസ്മായിൽ, പിന്നെ മൂസ, ഹാറൂൻ, ഇവരൊക്കെ ചരിത്രത്തിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താ പറഞ്ഞത്? ഉലായികല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം ഉലായികല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയീൻ. നബിമാരിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹം അരുളിയവരാകുന്നു ഉലായിക്. ഉലായിക് എന്ന് പറഞ്ഞാൽ എന്താ? ഈ ആളുകൾ. സക്കരിയ വട്ടു, യഹ്യ വന്നു, പിന്നെ മറിയം വന്നു, പിന്നെ ഇബ്രാഹിം, ഇസ്മായിൽ, മൂസ, ഹാറൂൻ, ഇദ്രീസ്, ഇവരൊക്കെ വന്നു. അതിൽ മറിയം മാത്രം ഉലായികല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന മിൻ ദുർരിയ്യത്തി ആദം വമിമ്മൻ ഹമൽനാ മഅ നൂഹിൻ എന്ന് പറഞ്ഞേ, ആ കോർവയിൽ മറിയമിനെ മാത്രം ഒഴിവാക്കാൻ എന്താ തെളിവ്? ഇതൊക്കെയാണ് ആര് ഉദ്ധരിച്ചത്? ഇബ്നു ഹസം റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിച്ചത്. അദ്ദേഹം അത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഭൂരിപക്ഷം പണ്ഡിതന്മാരും, ഭൂരിപക്ഷം എന്ന് പറഞ്ഞത് ജുംഹൂറും, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകളിൽ നിന്ന് റസൂലും നബിമാരും ഉണ്ടായിട്ടില്ല. എന്തുകൊണ്ട്? അത് ഈ നുബുവത്തും അതേപോലെ തന്നെ റിസാലത്തും. സ്ത്രീകൾ നേറിയാൽ സിദ്ദീഖിയത്ത് വ ഉമ്മുഹു സിദ്ദീഖ. ഉമ്മുഹു സിദ്ദീഖ എന്നാരെ കുറിച്ചാണ് പറഞ്ഞത്? ഉമ്മുഹു സിദ്ദീഖ വ ഉമ്മുഹു സിദ്ദീഖ എന്നാരെ കുറിച്ചാണ് പറഞ്ഞ വിശുദ്ധ ഖുർആൻ? മറിയമിനെ കുറിച്ച്. മറിയമിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നബിയാണ് എന്ന് ഒരു പിന്നെ മഹദിയെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. മറിയമിനെ കുറിച്ച് ഏറെ പറഞ്ഞു അല്ലാഹു സുബ്ഹാനഹു വ തആല, പക്ഷേ നബി എന്ന് പറഞ്ഞിട്ടില്ല. യാ മറിയമു ഇന്നല്ലാഹ അസ്തഫാക്കി വതഹ്ഹറക്കി വസ്തഫാക്കി അലാ നിസാഇൽ ആലമീൻ. മറിയമേ, നിങ്ങളെ നാം പ്രത്യേകം തിരഞ്ഞെടുത്തു, പിന്നെ നിങ്ങളെ നാം ശുദ്ധീകരിച്ചു. വസ്തഫാക്കി അലാ നിസാഇൽ ആലമീൻ, ലോക സ്ത്രീകളെക്കാൾ നാം നിങ്ങളെ തിരഞ്ഞെടുത്തു എന്നൊക്കെ പറഞ്ഞില്ലേ. എന്നിട്ട് മറിയമിനെ കുറിച്ച് എന്താ പറഞ്ഞത്? പിന്നെ ഉമ്മുഹു സിദ്ദീഖ. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഉമ്മ സിദ്ദീഖത്തായിരുന്നു എന്നാണ് പറഞ്ഞത്. സിദ്ദീഖത്ത് എന്ന് പറഞ്ഞെങ്കിൽ നുബുവത്തിൻ്റെ മക്കാമിലേക്ക് എത്തൂല. നുബുവത്തിൻ്റെ മക്കാമിന് താഴെ ഒരു പദവിയാണ് സിദ്ദീഖിയ പദവി. നുബുവത്ത്, സിദ്ദീഖിയത്ത്, പിന്നെ ഷഹാദത്ത്, പിന്നെ സാലിഹീൻ, മിൻ നബിയ്യീന വ സിദ്ദീഖീന വ ശുഹദാഇ വ സാലിഹീൻ അല്ലേ. അപ്പോൾ ഏറിയാൽ സ്ത്രീകളുടെ വിഷയത്തിൽ എന്താ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്? സിദ്ദീഖിയത്ത് എന്നാണ് പറഞ്ഞത്. നബുവത്ത്, നബി എന്ന് പറഞ്ഞിട്ടില്ല. ഇതൊക്കെയാണ് നബിമാരായി വന്നിട്ടില്ല സ്ത്രീകൾ എന്നതിൻ്റെ തെളിവായിട്ട് ഭൂരിപക്ഷം പറഞ്ഞത്. വിശുദ്ധ ഖുർആനിലെവിടെയും അങ്ങനെ ഒരു നബിയത്തിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. നബിയത്താണെന്നുള്ളത് പറഞ്ഞിട്ടില്ല. ഏറ്റവും കൂടുതൽ വിശുദ്ധ ഖുർആനിൽ വായിത്തി പറഞ്ഞത് ആരെയാണ്? മറിയം അലൈഹി സ്വലാത്തു വസ്സലാമിയാണ്. മറിയമിനെ കുറിച്ച് വരെ അള്ളാഹു സിദ്ദീഖിയത്ത് എന്നാണ് പറഞ്ഞത്. സിദ്ദീഖ, ഉമ്മുഹു സിദ്ദീഖ എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ പിന്നെ സ്ത്രീകളിൽ നിന്ന് നബിമാരുടെ നിയോഗമുണ്ടായിട്ടില്ല എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. ഭൂരിപക്ഷ പണ്ഡിതന്മാരുടെയും പക്ഷേ അതാണ്. മസല അഭിപ്രായ വ്യത്യാസമുള്ളതാണ്. ഇതിപ്പോൾ ഇപ്പം നബിയത്ത് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാലും എന്തല്ല, അയാൾ പിന്നെ
ഒരു വലിയൊരു അപരാധം എന്നല്ല പറയുന്നത്. കാരണം ശ്രേഷ്ഠരായ പല പണ്ഡിതന്മാരും അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്, അവരതിൻ്റേതായ തെളിവുകളും പറഞ്ഞിട്ടുണ്ട്. ഇബ്നു ഹസമിനെ വായിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളതിൽ വീണു പോകും, അദ്ദേഹത്തിൻ്റെ ആ അഭിപ്രായത്തിൽ വീണു പോകും. അങ്ങനത്തെ ശൈലിയാണ് ഇബ്നു ഹസമിൻ്റേത്. ഇബ്നു ഹസം എല്ലാ വിഷയത്തിലും അങ്ങനെ തന്നെയാണ്. ഒരു വിഷയം അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഭയങ്കര ശക്തമായിട്ട് അവതരിപ്പിക്കും എല്ലാത്തിനെയും. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഇബ്നു ഹസമിന് അങ്ങനെ തന്നെ. ഇപ്പോൾ ഇമാം ഷാഫിഈ, അബു ഹനീഫത്തുൻ നുഅ്മാൻ, ഇമാം മാലിക്, ഇമാം അഹ്മദ് ബിൻ ഹംബൽ അവരെ പോലെ തന്നെ ഒരു മഹാപണ്ഡിതനാണ് ഇബ്നു ഹസം അബ്ബാഹിരി. അദ്ദേഹത്തിൻ്റെ അൽ മുഹല്ലൊക്കെ എത്ര പ്രസിദ്ധമായ ഗ്രന്ഥമാണ്. അദ്ദേഹത്തിൻ്റെ വിജ്ഞാനവും അദ്ദേഹത്തിൻ്റെ കഴിവും വളരെ പ്രസിദ്ധമാണ്. പക്ഷേ ഈ 4 ഇമാംമാർ തിളങ്ങിയതുപോലെ ഇബ്നു ഹസം തിളങ്ങിയില്ല. അതെന്തുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലരും പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഈ ശൈലിയുടെ ഒരു പ്രത്യേകത, നന്നായിട്ട് എതിർക്കും. ഇല്ല ഇതൊക്കെ വിശ്വാസ വിഷയമാണെങ്കിൽ ഇതൊക്കെ ഒരു ഗവേഷണം ആത്മകമായിട്ടുള്ള വിഷയമാണ്. ഇതൊക്കെ മസല ഇജ്തിഹാദിയാണ്, ഗവേഷണപരമായിട്ടുള്ള വിഷയമാണ്. ഇതിലൊക്കെ 2 അഭിപ്രായം ആകാം. ഇപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഇനി അടുത്ത വിഷയം ഏതാണ്? മിൻ അഹ്ലിൽ ഖുറ എന്ന് പറഞ്ഞു അല്ലേ. ഒരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞത് ഗ്രാമത്തിൽ നിന്നും നബിമാരുണ്ടായിട്ടുണ്ട്. അതേസമയം ഭൂരിപക്ഷം പറഞ്ഞതില്ല, ഗ്രാമങ്ങളിൽ നിന്ന് നബിമാരുണ്ടായിട്ടില്ല, നബിമാരുണ്ടായിരുന്ന എവിടെയാണ്? അഹ്ലുൽ ഖുറ, പട്ടണത്തിൽ നിന്നാണ് എന്നാണ് പറഞ്ഞത്. അത് അഭിപ്രായ വ്യത്യാസമാണ്. പക്ഷേ അതൊന്നും എന്തല്ല, ഒരു വിശ്വാസ വ്യതിചലനത്തെ വിധിക്കാവുന്ന ഖിലാഫല്ല. 2 അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് ആകാവുന്ന വിഷയമാണ്. ഏതായാലും ഇവിടെ നമ്മുടെ ഈ ആയത്ത് വമാ അർസൽനാ മിൻ ഖബ്ലിക ഇല്ലാ റിജാലൻ, ഈ ആയത്താണ് നബിമാരിൽ നിന്ന് നബിമാർ ഉണ്ടായിട്ടുണ്ടോ ഇല്ലേ എന്നുള്ള വിഷയത്തിൽ അടിസ്ഥാനം. നമ്മളിപ്പോൾ ഭൂരിപക്ഷത്തെ ഇബ്നു ഹസമിനെ കുറിച്ചൊക്കെ പറഞ്ഞു. ഭൂരിപക്ഷത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഭൂരിപക്ഷം നബിമാർ ഉണ്ടായിട്ടില്ല സ്ത്രീകളിൽ നിന്നുള്ളതിന് അവരുടെ തെളിവെന്താണ്? ഈ ആയത്ത് വമാ അർസൽനാ മിൻ ഖബ്ലിക ഇല്ലാ റിജാലൻ. സൂറത്ത് അംബിയായിൽ പറഞ്ഞു വമാ അർസൽനാ ഖബ്ലക ഇല്ലാ റിജാലൻ. അതേപോലെ സൂറത്ത് നഹ്ലും ഈ ആയത്താണ് അവർ പറഞ്ഞത്, സ്ത്രീകളിൽ നിന്ന് ഇല്ല. ഇബ്നു ഹസം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഈ ആയത്ത് അവർ ഉദ്ധരിച്ച് പറഞ്ഞ് ഈ ആയത്തിൻ്റെ വിഷയത്തിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമല്ല. കാരണം എന്താ? ഇത് ഏതിനെക്കുറിച്ചാണ്? വമാ അർസൽന, ഇത് ഏതിനെക്കുറിച്ച്? റസൂൽമാരുടെ വിഷയത്തിലാണ് ഈ ആയത്ത്. നമ്മുടെ വിഷയം നബിമാരുടേത്. നബിമാരുടെ വിഷയത്തിന് എന്തല്ല ഈ ആയത്ത് തെളിവിന് പര്യാപ്തമല്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഭാഷ. വമാ അർസൽനാ മിൻ ഖബ്ലിക ഇല്ലാ റിജാലൻ നൂഹി ഇലൈഹിം മിൻ അഹ്ലിൽ ഖുറ. ഇവിടെ മിൻ അഹ്ലിൽ ഖുറ എന്ന് പറയും. അള്ളാഹു സുബ്ഹാനഹു വ തആല റിജാലുകളെയാണ് റസൂൽമാരായി അയച്ചിട്ടുള്ളത്. അവർക്ക് അള്ളാഹു വഹി നൽകി. ആ റസൂൽമാരൊക്കെ എവിടെ നിന്നാണ്? മിൻ അഹ്ലിൽ ഖുറ. എവിടെ നിന്നാണ്? അഹ്ലുൽ ഖുറയിൽ നിന്നാണ്. അൽ ഖുറ പട്ടണവാസികൾക്കാണ് അഹ്ലുൽ ഖുറ എന്ന് പറയാം. അഫ അമിന അഹ്ലുൽ ഖുറ. അപ്പോൾ ഗ്രാമീണതയിൽ നിന്ന് നബിമാരുണ്ടായിട്ടുണ്ടോ? ഗ്രാമീണതയിൽ നിന്ന് നബിമാരുണ്ടായിട്ടുണ്ടോ? എന്താണ് പറയുക? നിങ്ങൾ ഈ സൂറത്ത് യൂസുഫിൻ്റെ പശ്ചാത്തലത്തിലൊന്ന് ആലോചിച്ച് നോക്കിയാൽ മസാല. ഗ്രാമത്തിൽ നിന്ന് നബിമാരുണ്ടായിട്ടുണ്ടോ? യൂസുഫിൻ്റെ സഹോദരങ്ങൾ എന്താ വിഷയം? യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം എവിടെ ഉണ്ടായിരുന്നത്? വജാ ബിക്കും മിനൽ ബദു എന്നറില്ലേ? യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമയും മക്കളെയും കൊണ്ടുവന്നത് എവിടെ നിന്നാണ്? ബദുവിൽ നിന്നാണ് കൊണ്ടുവന്നത്. ബദു എന്ന് പറഞ്ഞാൽ എന്താ? ബദു എന്നാൽ ഗ്രാമീണതയുണ്ട്. അപ്പോൾ ഗ്രാമീണതയിൽ നിന്ന് ആരുണ്ടായിട്ടുണ്ട്? നബിമാരുണ്ടായിട്ടുണ്ട് എന്നുള്ളതിന് തെളിവാണ് സൂറത്ത് യൂസുഫിൽ യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമിയെ കുറിച്ചുള്ള പരാമർശം. അതിന് അല്ല, ഗ്രാമീണതയിൽ നിന്നേ ഉണ്ടായിട്ടില്ല, പട്ടണത്തിൽ നിന്നേ ഉണ്ടായിട്ടുള്ളൂ. എന്തുകൊണ്ട്? യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം നബിയായി വാഴ്ത്തപ്പെട്ടത് ആദ്യം എവിടെ നിന്നാണ്? ഈ കനാനിലേക്ക് പോകുന്നതിന് മുമ്പാണ്. ഗ്രാമീണതയിലേക്ക് പോകുന്നതിന് മുമ്പ് നബിയായിട്ടുണ്ട് യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം. പിന്നെ അദ്ദേഹം ജീവിച്ചതൊക്കെയും ഗ്രാമീണതയിൽ നിന്നാണ് എന്നാണ് അവർ പറയുന്നത്. ഏതായാലും ആ ഒരു മസാല നമുക്ക് ഇവിടെ ബാക്കിയുണ്ട്. ഈ അഹ്ലുൽ ഖുറയിൽ നിന്നാണോ എന്നുള്ള വിഷയം നമുക്ക് അടുത്ത ആഴ്ച ഇൻഷാ അല്ലാഹ് പറയാം. വമാ അർസൽനാ മിൻ ഖബ്ലിക ഇല്ലാ റിജാലൻ നൂഹി ഇലൈഹിം മിൻ അഹ്ലിൽ ഖുറ. നമ്മൾ ഈ ഒരു ഇതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു വിഷയം. അതായത് സ്ത്രീകളിൽ നിന്ന് നബിമാരുണ്ടായിട്ടുണ്ടോ ഇല്ല എന്നുള്ള വിഷയം. അത് ഈ ആയത്തിന് മുഖവിലൊക്കെ എടുത്താണ് ഭൂരിപക്ഷം പണ്ഡിതന്മാർ പറഞ്ഞത് പുരുഷന്മാരിൽ നിന്ന് നബിമാരും റസൂലുമാരുണ്ടായിട്ടുള്ളൂ എന്നുള്ളതാണ്. അതിലുള്ള അഭിപ്രായ വ്യത്യാസമാണ് നമ്മളിവിടെ പറഞ്ഞത്. ഖലാസ്.
ഇൻഷാ അല്ലാ നമുക്ക് അടുത്ത ആഴ്ച അതിൻ്റെ ബാക്കി പൂർത്തിയാക്കാം ഇൻഷാ അല്ലാ.